എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീർന്നും കണ്ടല്ല, മഴക്കാലമല്ലേ. അപ്പം പുറത്ത് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു, വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. പക്ഷേ എന്നിരുന്നാലും ഈ മഴയത്ത് കിടന്നുറങ്ങാനൊക്കെ ഒരു സുഖമാണ് എന്നുള്ള അറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആലോചനയിലേക്ക് പോകാം. ഇത് ഹിന്ദു നാടാർ കഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. ട്രിവാൻഡ്രമാണ് ലൊക്കേഷൻ വരുന്നത്. ഇടത്തരം കുടുംബമാണ് എന്ന് പറയാൻ പറ്റില്ല. അതിന്നും കുറച്ചും കൂടെ താഴ്ന്നു നിൽക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. +2 കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ എടുത്തു. ചെറിയൊരു ജോലിയുണ്ട്, പെർമനൻ്റ് ഒന്നുമല്ല, ചെറിയൊരു ജോലി. അച്ഛന് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയില്ല. എന്നിരുന്നാലും അച്ഛന് അസുഖമൊക്കെ ആണ്. അച്ഛനെ കൊണ്ട് ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ, ഒരു സഹോദരനാണ്. സഹോദരന് ജോലിയുണ്ട്. സഹോദരൻ വിവാഹിതനല്ല. ആൾക്കും അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. കാസ്റ്റ് വേറെ ഏത് കാസ്റ്റ് എന്നായിരുന്നാലും പ്രശ്നമില്ല. ഇപ്പോൾ കുട്ടിക്ക് പ്രായം ഏകദേശം 26, അത്യാവശ്യം ഉയരമുണ്ട്, നിറമുണ്ട്. അപ്പോൾ അത് ഉയരമുണ്ട്, നിറമുണ്ട്, അതനുസരിച്ചിട്ട് ഉള്ള ഒരു വണ്ണവുമുണ്ട്. ഓവറാണ് എന്നല്ല പറയുന്നത്, കൂടുതലാണ് എന്നല്ല പറയുന്നത്. കാണാനൊക്കെ സുന്ദരിയ. ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ചിങ്ങമാസത്തിലേക്ക് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കാസ്റ്റ് ഒന്നും പ്രശ്നമല്ല. ഒരു പങ്കാളിയായിട്ട് ഒരു സാധാരണ പെൺകുട്ടീനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാവുന്നവർക്ക് വിവാഹാലോചന നോക്കുന്നവർക്ക് കാസ്റ്റ് ഒന്നും പ്രശ്നമില്ലാത്തതാണ്, സാമ്പത്തികം പ്രശ്നമില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് എന്തൊക്കെ ചെയ്തിരുന്നാലും. പിന്നെ സാമ്പത്തികമായിട്ടൊന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നവർ കോണ്ടാക്ട് ചെയ്യണം എന്നില്ല, എടുത്തു പറയുകയാണ്. സാധാരണ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുണ്ടോ ഇല്ലോ എന്നുള്ള എല്ലാവരും അന്വേഷിക്കും. പാവപ്പെട്ട പെൺകുട്ടിയുടെ ആലോചനയെക്കുറിച്ച് പറയുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ഒട്ടുമിക്കവർക്കും മടിയാണ്. അപ്പോൾ ആ മടിയൊന്നും ഇല്ലാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വിവാഹം നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടേതായിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട്